ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മോളില്. വിക്രം, ഇതിങ്ങിതാ, ഇതങ്ങ് മേളിൽ കൊണ്ടു. CBI ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി ഇറങ്ങിയ പിന്നെ അപ്പച്ചന് വല്ലാത്തൊരു ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവരെത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സാമ്പാർ സാധനം തൈര് സാധനം തിന്നുന്നവനെയൊക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാൽ വല്ലതും നടക്കുവോ? സാറ് അവരെ കണ്ടോ? ഉവ്വ കണ്ടു, പരിചയപ്പെട്ടു. DIG ഓഫീസിൽ വെച്ച്. ആ സണ്ണി അകത്തുണ്ട്, അങ്ങോട്ട് കൊടുത്തേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ആ ശരി, ഞാൻ ഇറങ്ങുന്നു. താനീ വന്ന്. അപ്പോഴേ താനാ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്ത് തരണം. ഇന്നാള് തന്നല്ലേ? തന്നു, ഇനിയും തരണം. ഇതിനങ്ങനെ റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് വയ്യ അവസരത്തിനോട് പറയാം. അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട. തന്നെ മാത്രമേ വിളിക്കൂ. വണ്ടി ഇടറോ. എന്താടോ? ഒന്നുമില്ല. എനിക്കറിയാവശ്യപ്പെട്ട അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ മെയിൻ റോഡിൽ 10 സെന്റ് സ്ഥലവും ഒരു ബിൽഡിംഗും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും. ആ ഞാനും ഇറങ്ങുക. അപ്പോഴേ ഔസേപ്പച്ച, എന്റെ അംബാസഡർ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് അല്പം സാവകാശം തരേണ്ട അലക്സേ, ഞാൻ ചെയ്യാം. ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔസേപ്പച്ച? ഞാൻ രാവിലെ മോനെ ഓഫീസിലോട്ട് അയക്കും. എടോ താങ്കൂടെ വാ, എന്നെ ഒന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്ക്.